Exercise 3.1 page number 43. First question നോക്കാം. A merchant in the port city of Lothal is exchanging bags of spices for copper ingots. He receives 15 ingots for every 2 bags of spices. If he brings 12 bags of spices to the market, how many copper ingots will he leave with? ഒരു മെർച്ചൻറ്റ് ഇൻ ദ പോർട്ട് സിറ്റി ഓഫ് ലോത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കണ്ടതാണ്. അപ്പോൾ ഈ ലോത്തൽ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഒരു മെർച്ചൻറ്റ് എന്ത് ചെയ്യാണ്, അന്ന് എന്തുണ്ടായിരുന്നില്ല, അന്ന് ഇങ്ങനെ പൈസ വെച്ചിട്ടുള്ളതല്ല അല്ലേ, ബാഗ്സ് എക്സ്ചേഞ്ച് ചെയ്യാണ്. എന്ത് സ്പൈസസിൻ്റെ ബാഗാണ് അയാൾ കൊടുക്കണത്. എന്തിനു വേണ്ടിയിട്ട്? കോപ്പർ ഇൻഗോട്ട്സ്. കോപ്പർ ഇൻഗോട്ട്സ് എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ പീസുകൾ, ചെറിയ ചെറിയ പീസുകൾ. അപ്പോൾ 2 ബാഗ് സ്പൈസസ് കൊടുത്തു കഴിഞ്ഞാൽ 15 കോപ്പർ ഇൻഗോട്ട്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾ 12 ബാഗ്സ് ഓഫ് സ്പൈസസ് കൊണ്ടുവന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അയാൾക്ക് ഇനി എത്ര കോപ്പർ ഇൻഗോട്ട്സ് ഈ 12 ബാഗിന് കിട്ടും? 2 ബാഗ്സ് ഓഫ് സ്പൈസസിന് കിട്ടണത് എത്ര കോപ്പർ ഇൻഗോട്ട്സ് ആണ്? 15. അങ്ങനെയാണെങ്കിൽ 12 ബാഗ്സ് ഓഫ് സ്പൈസസിന് എത്ര കിട്ടും? 12 ബാഗ്സ് എന്ന് പറഞ്ഞാൽ 2 ബാഗ്സിന് 15. അപ്പോൾ 12ൽ എത്ര പെയേഴ്സ് ഉണ്ടാവും? അതായത് ഒരു പെയർ ഓഫ് ബാഗ്സിനാണ് 15 കോപ്പർ. അപ്പോൾ 12 ബാഗ്സിൽ എത്ര പെയേഴ്സ് ഉണ്ട്? 2 × 6 അല്ലേ? 12 എന്ന് വെച്ചാൽ 2 × 6. അപ്പോൾ എത്ര പെയേഴ്സ് ഓഫ് ബാഗ്സ് ഉണ്ട്? 6. അപ്പോൾ 6 × 15 = 90. അപ്പോൾ 90 കോപ്പർ ഇൻഗോട്ട്സ് ആണ് കിട്ടുക. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കണക്കാണ് അല്ലേ? Look at the sequence of numbers on one column of the Ishango bond 11, 13, 17, 19. What do these numbers have in common? List the next 3 numbers that fit this pattern. ഇഷാങ്ങോ ബോണിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ? അതിൽ ഇങ്ങനെ എന്താണ് സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ക്രാച്ചസ് യൂണിഫോമിലിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണി നോക്കുമ്പോൾ ഒരെണ്ണം എത്ര എണ്ണ? 11, പിന്നെ അടുത്തത് 13, പിന്നെ 17, പിന്നെ 19. അങ്ങനെ ഇങ്ങനെ ലൈൻസ് ഇട്ടിരിക്കുകയാണ് ആ ബോണിൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത 11, 13, 17, 19 എന്ന് പറയണത് ഇതെല്ലാം എങ്ങനത്തെ നമ്പേഴ്സാണ്? പ്രൈം നമ്പേഴ്സ് അല്ലേ? ഈ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 11ൻ്റെ ഫാക്ടേഴ്സ് ഏതാ? 1ഉം 11ഉം മാത്രം തന്നെയുള്ളൂ. 13ൻ്റെ ഫാക്ടറും 13 × 1 തന്നെയാണ്. 13 എഴുതാൻ പറ്റുള്ളൂ. 17ഉം സെയിം തന്നെ. 19ഉം പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 10 ആൻഡ് 20 ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതുപോലത്തെ അടുത്ത 3 നമ്പേഴ്സും കൂടി എഴുതാൻ പറഞ്ഞാൽ ഇനി 19 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 21, 22, 23. 23 ആണ് പ്രൈം നമ്പേഴ്സ്. 20ഉം 21, 22 എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ 23 കഴിഞ്ഞാൽ പിന്നത്തെ പ്രൈം നമ്പർ 29, പിന്നത്തെ പ്രൈം നമ്പർ 31. ഇതാണ് അടുത്ത 3 നമ്പേഴ്സ്. വി നോ ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. എന്താണ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന പ്രോപ്പർട്ടി? അതായത് സം ഓഫ് എനി 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് എ നാച്ചുറൽ നമ്പർ. മനസ്സിലായോ? അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ മീൻസ് 2 നാച്ചുറൽ നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറും നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും. അതാണ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ആർ ദേ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ? പ്രൊവൈഡ് എ കപ്പിൾ ഓഫ് എക്സാമ്പിൾസ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. 2 നമ്പേഴ്സ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആവുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? എന്തായിരിക്കും? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 നാച്ചുറൽ നമ്പർ ഈസ് ഓൾവേസ് എ നാച്ചുറൽ നമ്പർ എന്ന് കിട്ടണം. എന്നാലാണ് ഇതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ 2 നാച്ചുറൽ നമ്പേഴ്സ് എപ്പോഴും നാച്ചുറൽ നമ്പർ തന്നെയാണോ കിട്ടാന്നുള്ളത്.
ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 മൈനസ് 3 ഈക്വൽ ടു എന്താണ് 2 ആണ്. എന്താണ് എ നാച്ചുറൽ നമ്പറാണ്. ഡിഫറൻസ് കിട്ടിയത് എന്താ 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. ഇനി 5 മൈനസ് 5 എന്ന് പറയുമ്പോൾ കിട്ടുന്നത് എന്താ 0 ആണ്. 0 ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല, നോട്ട് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ 1 തൊട്ടാണ്, 1 2 3. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 2 നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഓൾവേസ് എ നാച്ചുറൽ നമ്പർ. മനസ്സിലായോ? ഇനിയിപ്പോൾ 3 മൈനസ് 5, 3 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ, 5 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -2. -2 എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ നമ്പർ അല്ല, ഇതെന്താണ്? ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ആണ് അല്ലേ? നെഗറ്റീവ് ഇൻറ്റീജർ നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ എല്ലാം നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഡിഫറൻസ് ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്താലും നാച്ചുറൽ നമ്പർ തന്നെ ആൻസറായിട്ട് വരും എന്നുള്ളത് എന്താണ്? സത്യമല്ല. അതുകൊണ്ട് it is not closed under subtraction. Ancient Indians used the joints of their fingers to count, a practice still seen today. Each finger has 3 joints and the thumb is used to count them. How many can you count on one hand? How does this relate to the ancient base 12 counting system? അതായത് പണ്ട് ഇന്ത്യയിലൊക്കെ കൗണ്ട് ചെയ്തിരുന്ന ഒരു ഇതാണ്, സ്റ്റൈലാണിത്. എന്താണ്? ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട്, ഫിംഗേഴ്സിലെ ജോയിൻസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് തമ്പാണ് കൗണ്ട് ചെയ്യുക. ഈ ജോയിൻസ്, ഈ 1 2 3, അതുപോലെ ഇവിടുത്തെ 1 2 3, ഈ 3 ജോയിൻസ് ഇങ്ങനെ കൗണ്ട് ചെയ്യും ഈ തമ്പ് വെച്ചിട്ട്. 1 2 3 4 5 6 7 8 9 10 11 12. അങ്ങനെ 1 ഹാൻഡിൽ നമുക്ക് എത്ര കൗണ്ട് ചെയ്യാൻ പറ്റും? 12. കാരണം ഒരു ഫിംഗർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണേ? കൗണ്ട് ചെയ്യാനായിട്ട്. ബാക്കി 4 ഫിംഗറിൻ്റെയും 3 ജോയിൻസ് വീതമാണ് നമ്മൾ കൗണ്ട് ചെയ്യണത്. അപ്പോൾ 4 × 3 എത്രയാണ്? 12. അപ്പോൾ 12 നമ്പേഴ്സാണ് 1 ഹാൻഡിൽ കൗണ്ട് ചെയ്യാൻ പറ്റുക. പണ്ട് ഇങ്ങനെ ബേസ് 12 കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതായത് അത് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബേസ് 12 കൗണ്ടിങ് സിസ്റ്റം നമ്മുടെ ക്ലോക്കിലെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 12 ബേസ് ആയിട്ടുള്ള കൗണ്ടിങ് സിസ്റ്റമാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ 1 ഡസൻ മീൻസ് എത്രയാണ്? 12. നമ്പർ 12 ആണ് ഡസൻ എന്ന് പറയണത്. അപ്പോൾ ഈ 12 എന്നുള്ളത് ഇത് പണ്ട് എന്താണ് ഏൻഷ്യൻ്റ് ഇന്ത്യൻസ് യൂസ് ചെയ്ത ഈ ഒരു സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ബേസ് 12 കൗണ്ടിങ് സിസ്റ്റം വന്നത്. പേജ് നമ്പർ 46 എക്സസൈസ് സെറ്റ് 3.2. ദ ടെമ്പറേച്ചർ ഇൻ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡെസേർട്ട് ഓഫ് ലഡാക്ക് ഈസ് റെക്കോർഡഡ് അറ്റ് 4 degrees Celsius at noon. By midnight it drops by 15 degrees Celsius. What is the midnight temperature? അപ്പോൾ ലഡാക്കിലെ ടെമ്പറേച്ചർ 4 degrees Celsius ആണ്. എപ്പോൾ? ഉച്ച നേരത്ത്, ന്യൂൺ ടൈമിൽ ടെമ്പറേച്ചറാണ് 4 degrees Celsius. മിഡ് നൈറ്റ് ആവുമ്പോൾ അത് 15 degree ഡ്രോപ്സ് ബൈ 15 degree എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഡിഗ്രിന്ന് വീണ്ടും 15 degree കുറയും. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത്? 4 - 15, 4 ഡിഗ്രിന്ന് 15 degree ടെമ്പറേച്ചർ കുറയുമ്പോൾ എത്രയായിരിക്കും? 4 - 15. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് 4ൽ നിന്ന് 15 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 15ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് 15ൻ്റെ സൈൻ കൊടുക്കുക. 15ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11. 15ൻ്റെ സൈൻ ഏതാ? നെഗറ്റീവ്. അപ്പോൾ -11 degree Celsius ആണ് മിഡ് നൈറ്റിലെ ലഡാക്കിലെ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്പൈസ് ട്രേഡർ ടേക്സ് എ ലോൺ ഓഫ് 850 rupees. The next day he makes a profit or fortune of 1200. The following week he incurs a loss of 450. Write this sequence as an equation using integers and calculate his final financial standing. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പൈസ് ട്രേഡർ ആദ്യം തന്നെ ലോൺ എടുക്കുകയാണ് അല്ലേ? ലോണ് എത്ര റുപ്പീസാണ്? ₹850. ഇത് ഫോർച്യൂണാണോ ഡെപ്റ്റാണോ? അതായത് ഇതൊരു പോസിറ്റീവാണോ നെഗറ്റീവാണോ? ലോൺ എപ്പോഴും എന്താണ്? ലോൺ എപ്പോഴും ഡെപ്റ്റാണ്. അതായത് ഇതെന്താണ്? ഇത് നെഗറ്റീവാണ്. ഇനി അടുത്തത് പ്രോഫിറ്റ്. ആൾക്ക് കിട്ടിയ പ്രോഫിറ്റ്
നെക്സ്റ്റ് ഡേ ഹി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് ₹1200. ഇത്രയും റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോർച്യൂണാണ് അല്ലേ? ഫോർച്യൂൺ എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ്. ഡെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ്. ഇനി അടുത്തത് എന്താ? നെക്സ്റ്റ് വീക്കിൽ ആൾക്ക് ഒരു ലോസ് ഉണ്ടായി. എത്ര റുപ്പീസിൻ്റെ ലോസ്? ₹450 ലോസ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ലോൺ എടുത്തത് 850, പ്രോഫിറ്റ് 1200, ലോസ് ഉണ്ടായത് 450. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്. എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതെത്രയാണെന്ന് എങ്ങനെ അറിയാം? ഇതെല്ലാം അതായത് 850 എന്ന് പറയണത് എന്താ? ഡെപ്റ്റാണ്. അപ്പോൾ അതിന് നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് 850. ഇനി പ്രോഫിറ്റ് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് 1200. ഇനി ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റാണ്. അതായത് ഇത് നെഗറ്റീവാണ്, 450. ഇതായിരിക്കും ആളുടെ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും? നെഗറ്റീവ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 850 450 കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും? 1300. അപ്പോൾ നെഗറ്റീവ് 1300. അപ്പം നെഗറ്റീവ് 1300 പ്ലസ് എന്താണ്? 200. അതായത് എത്രയാണ്? ഈക്വൽ ടു -100. അപ്പോൾ ആളുടെ ഫൈനൽ ഒരു ഫിനാൻഷ്യൽ സ്ഥിതി എന്ന് പറയണത് എന്താണ്? ആൾക്ക് ഫോർച്യൂണൊന്നുമില്ല, ഡെപ്റ്റ് ഉണ്ട് 100 റുപ്പീസിൻ്റെ. 100 റുപ്പീസ് ഡെപ്റ്റിലാണ് ആളിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ലോണ്, പ്രോഫിറ്റ്, ലോസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ് എന്ന് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് ബ്രഹ്മഗുപ്താസ് ലോസ്. -12 × 5. അപ്പോൾ ബ്രഹ്മഗുപ്താസ് ലോസ് എന്തൊക്കെയായിരുന്നു? ഫോർച്യൂൺ പ്ലസ് ഫോർച്യൂൺ ഈക്വൽ ടു ഫോർച്യൂൺ. അതായത് എന്താ? പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് ഈക്വൽ ടു പോസിറ്റീവ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ വാക്കുകളൊക്കെ കുറച്ച് മാറി, ഫോർച്യൂണും ഡെപ്റ്റൊന്നും ആക്കി. അപ്പോൾ ആദ്യം നോക്കിയേ, 12 × 5, -12 × 5. ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ്. അപ്പോൾ ആൻസർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 12 × 5 എത്രയാ? 60. അടുത്തത്, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? പോസിറ്റീവ് നമ്പർ. അതായത് ഡെപ്റ്റ് ഇൻറ്റു ഡെപ്റ്റ് ഈക്വൽ ടു ഫോർച്യൂൺ. അപ്പോൾ -8 × -7 56. അത് പിന്നെ സൈൻ എന്താണ്? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ അത് ഫോർച്യൂണാണ്, പോസിറ്റീവാണ്. ഇനി അടുത്തത് 0 - -14. ഈ മൈനസും ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഇത് രണ്ടും എന്താവും? പ്ലസ് ആവും. അതായത് ഇതെങ്ങനെ എഴുതാം? 0 + 14 ഈക്വൽ ടു എത്രയാണ്? 14. ഇനി അടുത്തത് -20 / 4. അതായത് ഒരു ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർച്യൂൺ. അപ്പോൾ നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് നമ്പർ ആയിരിക്കും ആൻസർ. അപ്പോൾ 20/4 എന്താണ്? 5 ആണ്. ആൻസർ എന്താ? -5. മനസ്സിലായില്ല? അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവ്. അതായത് ഡിഫറൻറ്റ് സൈൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സെയിം സൈൻസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി അഡീഷൻ ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ അതിലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ആ വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക ആൻസറിന്. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്ത് ആ സെയിം സൈൻ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വൈ സബ്ട്രാക്റ്റിംഗ് എ നെഗറ്റീവ് നമ്പർ ഈസ് ദ സെയിം ആസ് ആഡിങ് എ പോസിറ്റീവ് നമ്പർ. ഒരു നമ്പറിൽ നിന്ന് ഇപ്പോൾ ഇവിടെ 10 -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 + 5 ആണ് അല്ലേ? നെഗറ്റീവും കൂടി അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈൻ എന്താവും? പോസിറ്റീവ് ആവും. പോസിറ്റീവും നെഗറ്റീവും ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ സൈൻ എന്താവും? നെഗറ്റീവ് ആവും. നെഗറ്റീവും പോസിറ്റീവും വന്നാലും എന്ത് തന്നെയാവും? നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു
നമ്പറിൽ നിന്ന് ഒരു നെഗറ്റീവ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അതെന്ന് പറയണത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണതിന് ഈക്വലാണ്. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു റിയൽ വേൾഡ് എക്സാമ്പിളാണ് പറയേണ്ടത്. അതിനിപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കുറച്ച് മണി വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ 5 റുപ്പീസ് you borrowed 5 rupees from your friend. You have 10 rupees in your pocket. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. അപ്പോൾ അതിനൊരു ഒരു 15 റുപ്പീസ് ആവും. അപ്പോൾ കയ്യിൽ 10 റുപ്പീസാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഒരു 5 റുപ്പീസും കൂടി വേണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഒരു 5 റുപ്പീസ് എനിക്ക് തരുമോ, ഈ സാധനം വാങ്ങാനാണ്. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യാണ്, 5 റുപ്പീസ് നിങ്ങൾക്ക് തരാണത്. വെറുതെ തരല്ല, നിങ്ങൾ അവൻ്റെ നിന്ന് ലോണായിട്ട് വാങ്ങാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട കാശാണ്. അതായത് ഇതെന്താണ്, ഇതൊരു ഡെപ്റ്റാണ്. കയ്യിലുള്ള കാശ് ഇത് ഫോർച്യൂണാണ്. അതായത് ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള 10 റുപ്പീസ് എന്ന് പറയുന്നത് അതെന്താണ്, അത് ഫോർച്യൂണാണ്. അത് ആളുടെ കയ്യിലുള്ള റുപ്പീസാണ്. പിന്നെ ആൾ ഫ്രണ്ടിൻ്റെ നിന്ന് കടം വാങ്ങിയത് എന്താണ്, അത് ഡെപ്റ്റാണ് അല്ലേ. ഇനി ആ ഫ്രണ്ട് ഈ ഒരു ഡെപ്റ്റ് ഇല്ലാതാക്കി, അതായത് ഇതൊരു കടമൊന്നുമല്ല, നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി, ഈ ഡെപ്റ്റ് ഇതിൽ നിന്ന് മാറി, സബ്ട്രാക്റ്റഡായി. മനസ്സിലായോ? അപ്പോൾ ഈ ഫോർച്യൂണിൽ നിന്ന് ഈ ഒരു ഡെപ്റ്റ് റിമൂവായി. അപ്പോൾ അതെന്തായി, ഈ 5 റുപ്പീസ് എന്ന് പറഞ്ഞത് ഡെപ്റ്റ് മാറിയിട്ട് അതൊരു ഫോർച്യൂണായി മാറി. മനസ്സിലായോ? അപ്പോൾ കുട്ടിയുടെ കയ്യിൽ 10 റുപ്പീസ് ഉണ്ട്, കുട്ടി കടം വാങ്ങിയത് 5 റുപ്പീസാണ്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അതൊന്നും സാരില്ല, അതൊന്നും എനിക്ക് വേണ്ട, നീ എടുത്തോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെപ്റ്റ്, ഈ 10 റുപ്പീസിൽ എത്ര റുപ്പീസ് ഡെപ്റ്റ് ഉണ്ടായിരുന്നു, 5 റുപ്പീസ് ഡെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡെപ്റ്റ് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു, ഇല്ലാതായി, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതെന്തായി മാറി, അപ്പോൾ ഈ 5 റുപ്പീസും കൂടി ഈ 10ൻ്റെ കൂടെ കൂടി. അപ്പോൾ ലാസ്റ്റ് എത്ര റുപ്പീസായി, 15 റുപ്പീസായി. അതായത് 10 മൈനസ് വരുമ്പോൾ ഇവിടെ എന്ത് വരും, പ്ലസ്. 10 + 5 15 റുപ്പീസ്. മനസ്സിലായോ?